ഇത് ഈ ചാനലിലെ അവസാന അസ്ട്രോളജി ആൻഡ് പ്രഡിക്ഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ ലോകത്ത് സംഭവിച്ചു. ഇനിയും അതേപോലെ തന്നെ സംഭവിക്കും. ഈ 5 ദിവസങ്ങളിലെ പ്രഡിക്ഷൻ കൂടി നടത്തുകയാണ്. ചന്ദ്രൻ കുംഭരാശിയിലേക്ക്, ശനി തണുത്ത ഗ്രഹമാണ്, വായുരാശിയിലാണ്, കുജൻ തീയുടെ ഗ്രഹമാണ്. പക്ഷെ ജലത്തിലായതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി രക്ഷ. എങ്കിലും വലിയ തീപിടുത്തങ്ങൾ നടന്നിട്ട് അതിനോടനുബന്ധിച്ച് ഭയങ്കരമായ പുകയുണ്ടാകാനും അതുപോലെ തന്നെ ഫാക്ടറികളിലൊക്കെ ലീക്കേജ് ഉണ്ടാകാനും ന്യൂക്ലിയർ പവർ സ്റ്റേഷനൊക്കെ വളരെയധികം സൂക്ഷിക്കണം. ചന്ദ്രൻ, ശനി, രാഹു ഇവയെല്ലാം തന്നെ ജലരാശിയിലായതുകൊണ്ട് തന്നെ തണുത്ത പ്രദേശത്തുള്ളവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മഞ്ഞ് പോലെ അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലെ അതായത് വിഷത്തിനങ്ങോട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാതെ വിഷസംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഭക്ഷണമാകാം, ആത്മഹത്യയാകാം, അങ്ങനെ എന്തായാലും വിഷസംബന്ധമായ 5 ദിവസങ്ങളിലെ കാര്യമാണ് ഉണ്ടാകാം. സൂക്ഷിക്കേണ്ടവർ ഫാക്ടറി, ആശുപത്രി, തണുത്ത രാജ്യങ്ങൾ ഇത്രയും കൂടി ഉള്ളത് കൊണ്ട് ആഡംബരം, അങ്ങനെ ആഘോഷങ്ങളില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എല്ലാം പറയാൻ പറ്റത്തില്ല. കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി രാഹുവിന് മിഥുനത്തിലോട്ട് ദൃഷ്ടിയുണ്ട്, കന്നിയിലോട്ട് ദൃഷ്ടിയുണ്ട്, ധനുവിലോട്ട് ദൃഷ്ടിയുണ്ട്. സഫോക്കേഷൻ, അതായത് ശ്വാസം മുട്ടിയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും. കുജൻ ഹൃദയത്തിന്റെ ഭാഗത്തു കൂടിയല്ലേ, അതുകൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കുക. ബുധൻ കെണ്ടാന്തത്തിൽ കൂടി എത്താൻ പോവുകയാണ്. അപ്പോൾ രവിക്ക് അടുത്തോട്ട് വരികയാണ്. ഭരണാധികാരികൾ അവർ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സൊന്ന് നിയന്ത്രിച്ചാൽ നല്ലതാണ്. ചിലപ്പോൾ കൈവിട്ടു പോകാം. ഉഭയരാശികൾ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു എന്ന് ഓർക്കുക. ഉച്ചശനി അല്ലെങ്കിൽ അഗ്നിമാരുത യോഗം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ഭൂകമ്പങ്ങൾ ഉണ്ടാകാം, ഇനിയും മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാം, വലിയ വലിയ കാറ്റുകൾ ഉണ്ടാകാം. ഇതുമൂലമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഏറ്റവും എന്നെ തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്രഡിക്ഷൻ വീഡിയോയില് സമുദ്രത്തിനടിയിൽ ഭൂകമ്പം ഉണ്ടായിട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാർത്തകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിനു മുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. സമുദ്രത്തിനടിയിൽ ഭൂകമ്പം 7.3 ഉണ്ടായി. അത് എപ്പോഴും ഉണ്ടാവുന്ന സൈസ് ചെറുതല്ല, വലിയ ഭൂകമ്പമാണ്. പണ്ട് പല പ്രഡിക്ഷൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭൂകമ്പം എന്ന് പറയുമ്പോൾ 5-ൽ കൂടുതലുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങളെ കുറിച്ചാണ് പറയുന്നത്, കുറഞ്ഞതിനെ കുറിച്ച് അല്ല. വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നതിന് മുമ്പ് മനസ്സ് നല്ലതുപോലെ നിയന്ത്രിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ വിമാനങ്ങളായാലും ലോറികളായാലും എല്ലാം വലിയ വലിയ പ്രശ്നങ്ങളിൽ പെടുകയല്ലേ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നമ്മുടെ കയ്യിൽ ഒരുപാട് ജീവനുണ്ടെന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ ഓടിക്കുന്നവരായാലും ആരായാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിനെ നിയന്ത്രിക്കുക. ചിന്മുദ്രയൊക്കെ ഉണ്ട്. വരുന്ന 5 ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ മീഡിയക്കാരാണ്. തെറ്റുപറ്റാം, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ രാഷ്ട്രീയക്കാർ, അവർക്ക് മനസ്സൊന്ന് നിയന്ത്രിക്കണം. കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്കൂള് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ബുധനാണ്. അതുപോലെ വലിയ വലിയ മീഡിയകളൊക്കെ, വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഒന്ന് അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സ്ഥിതിഗതികൾ കൂടുതൽ കഠിനമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബുധൻ ധനുവിലോട്ട് വരികയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഗ്രന്ഥാണ്ടമുണ്ട്. അതുപോലെ തന്നെ 3 പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലാണ് ബുധൻ വരുന്നത്. അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ശനിയുടെ കണ്ടക ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നൊരു ചെറിയ ആശ്വാസവും കൂടി ഉണ്ട്. കാറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ മഞ്ഞ് വീഴ്ച ഉള്ളിടത്തൊക്കെ ഉള്ളവരൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെയാണെങ്കിൽ ഫാക്ടറികൾക്കടുത്തുള്ളവരെ, ആശുപത്രികൾക്കടുത്തുള്ളവരെ, സ്കൂളുകാരെ, ഇവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും ആളുകളും ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധികാരികൾ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതിഭീകരമായ സ്ഥിതികളിലോട്ട് പോകാം. ഇതൊക്കെ പറയുന്നത് ജെമിനി സിദ്ധാന്തവും പരാശര സിദ്ധാന്തവും വെസ്റ്റേൺ ആൻഡ് വേദിക് അസ്ട്രോളജി എല്ലാം കൂടി കലർത്തിയിട്ട് ഞാൻ തന്നെ രൂപീകരിച്ച ഒരു സിദ്ധാന്തമുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ വേറെ ആധികാരികമായിട്ട് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ രാജ്യങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനിയും കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്വരം നല്ലതല്ല, ജനാകർഷണയില്ല, ഭാഗ്യമില്ല. ഇതിനെല്ലാം ഉപരി ഭഗവാന്റെ അനുഗ്രഹവുമില്ല. രക്ഷിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും ഒരുപാട് പേർ വേറെ ഉണ്ട് താനും. കൊറോണ കാലത്ത് ഈ ശാസ്ത്രവും എന്റെ വിജ്ഞാനവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമില്ല. ഈ പ്രളയങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഈ കാലാവസ്ഥകൾ നിയന്ത്രിക്കുന്നതിലുമെല്ലാം ഇനിയില്ലല്ലോ. അപ്പോൾ ഇനി വരുന്ന കൊടുംചൂടും കൊടും പ്രളയവും എല്ലാം സഹിക്കുക.
വലിയ വലിയ അഭ്യർത്ഥനകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്നിരിക്കും. ഓർക്കുക, ഞാൻ ഭക്തിമാർഗം വിട്ടു, അപ്പോൾ അത് ഫലവത്താവുമെന്ന് അറിയത്തില്ല. എങ്കിലും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏകലവ്യന്മാരെ തിരിച്ചറിയാഞ്ഞിട്ടല്ല, നെഗ്ലക്ട് ചെയ്തതാണ്, അത് ഓർക്കുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഫുഡ് വീഡിയോസ് നമ്മൾ ഷോർട്സ് മാത്രം അപ്പോഴപ്പോഴായിട്ടിടാം. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ചാനലിനൊന്നും ഒരു ഗുണവുമില്ല. പിന്നെ നമ്മൾ കുറച്ച് സൗഹൃദങ്ങളുണ്ടല്ലോ, അത് നിലനിൽക്കാൻ വേണ്ടി മാത്രം അത് തുടർന്നായിരിക്കും. അതിൽ ലൈക്കുകൾ കിട്ടാറുണ്ട്, കമന്റുകൾ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രസന്റേഷനോ സ്വരമോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുകയല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ അറിയുള്ളൂ. അപ്പോൾ ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ഉള്ളതിടാത്ത. അതുപോലെ ഈ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് സയൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വീഡിയോകളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതിന് കമന്റ് ചെയ്താൽ മതി, ഇടാൻ ശ്രമിക്കാം. ഫുഡ് ആൻഡ് അസ്ട്രോളജിയിൽ നമ്മൾ എക്സ്പെർട്ട് തന്നെയാണ്. മറ്റുള്ളതിലൊന്നും എക്സ്പെർട്ട് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കഴിയുന്നത് പോലെ ശ്രമിക്കാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തുവായാലും തുടങ്ങി വെച്ചില്ലേ, അതുകൊണ്ടാണ്. സമയദോഷത്തെ മറികടക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, പക്ഷെ അതിനുമുള്ള സാഹചര്യം ഭഗവാനായിട്ട് മുടക്കിയത് കൊണ്ട് എങ്ങനെയായാലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുന്നു.